ആലപ്പുഴ സുഭദ്ര കൊലപാതക കേസിലെ പ്രതികളെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. കർണാടകയിൽ നിന്നാണ് മാത്യൂസ്, ശർമിള എന്നിവരെ പിടികൂടിയത്. സാമ്പത്തിക നേട്ടത്തിനു വേണ്ടിയാണ് പ്രതികൾ കൊല നടത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പറഞ്ഞു. അപ്പോൾ ആ ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ മനസ്സിലാവുന്ന ആ രണ്ട് പ്രതികൾ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടതെന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും പ്രതികൾക്കോ മറ്റേതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ഡീറ്റെയിൽ അന്വേഷിക്കാനുണ്ട്. തെളിവെടുപ്പ് ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷം മർഡർ ഫോർ ഗെയിൻ വിവരങ്ങളുമായി ഷൈജു ചേരുന്നുണ്ട്. ഷൈജു, ഇവര് ഒളിവിൽ നിന്ന് ഇന്നലെയാണ് പിടിക്കുന്നത്. ഇന്നിപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തിയോ? പ്രതികൾ കുറ്റം സമ്മതിച്ചോ? ധന്യ, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് മണിപ്പാലിൽ നിന്നും, കർണാടകയിലെ മണിപ്പാലിൽ നിന്നും ഇവരെ പിടികൂടുന്നത്. ഇവർ എറണാകുളത്ത് ഒളിവിൽ താമസിച്ചതിന് ശേഷം ഉടുപ്പിയിലേക്ക് പോകുന്ന യാത്രാമധ്യയാണ് ഇവരെ ഈ അന്വേഷണ സംഘത്തിന് കിട്ടിയത്. 3 ദിവസം മുമ്പ് ഉടുപ്പിയിലെത്തിയ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് നിരന്തരമായ അന്വേഷണം, ഊർജിതമായ ഒരു അന്വേഷണത്തിന്റെ ഫലമാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഇവരെ പിടികൂടാനായത്. ഇവരെ പിടികൂടി അതിനുശേഷം ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷമാണ് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ജില്ലാ പോലീസ് മേധാവി ഇവിടേക്ക് എത്തി ഈ പ്രതികളെ കണ്ടിരുന്നു. ഈ അന്വേഷണ സംഘവുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം അദ്ദേഹം തിരികെ പോവുകയും ചെയ്തിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 12 മണിയോടുകൂടി വൈദ്യപരിശോധനയ്ക്കായി ഇവരെ ചെട്ടിക്കാട് സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം വൈകിട്ട് ഏതാണ്ട് 4 മണിക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഓണത്തിന് ഉള്ള അവധി കൂടി കഴിഞ്ഞതിന് ശേഷമാകും ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവർ കുറ്റം സമ്മതിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലിലൂടെയാകും ഏത് തരത്തിലാണ് കൊല നടത്തിയതെന്നും എന്തിനായിരുന്നു കൊലപാതകമെന്നും മറ്റാരെങ്കിലും ഈ കൊലപാതകത്തിൽ പങ്കാളികളാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നിലവിൽ 2 പേർ മാത്രമാണ് ഇതിൽ പ്രതികളെന്നും ഇവർ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയൊരു കൊലയാണെന്നുമാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. ഏതായാലും ഈ ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ കൂടുതൽ നമുക്ക് പറയാൻ കഴിയൂ.